നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി പൗരന്റെ കൊലപാതകം ദയാഹർജി തള്ളി. വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങളിൽ പ്രമുഖ സ്ഥാനത്തുള്ള ഒന്നാണ് സൗദി അറേബ്യ. ഇപ്പോൾ സൗദി പൗരന്റെ കൊലപാതകത്തിൽ 4 പ്രതികളുടെ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ. സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവരം അറിയിച്ചത്. സൗദി പൗരനായ സ്വാലിഹ് ബിൻ സയീദ് അൽ അമീരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് 4 പേരുടെയും വധശിക്ഷ നടപ്പാക്കിയത്. പ്രതികൾ അൽ അമീരിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി. തുടർന്ന് രക്ഷപ്പെടാനായി ഇയാൾ ഫ്ളാറ്റിന്റെ താഴേക്ക് ചാടുകയായിരുന്നു. എന്നാൽ പ്രതികൾ നിലത്ത് തലയിടിച്ചു വീണ അമീരിയെ വാഹനത്തിൽ കയറ്റി വിജനമായ സ്ഥലത്തെത്തിച്ച് ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കുകയായിരുന്നു. പിന്നീട് അൽ അമീരിയെ അവിടെ കിടന്നുതന്നെ മരിക്കുകയും ചെയ്തു. സൗദി സുരക്ഷാ വിഭാഗമാണ് കേസ് അന്വേഷിച്ച് പ്രതികളെ പിടികൂടുന്നത്. വിചാരണ കോടതിയാണ് കൊലപാതകത്തിൽ 4 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചത്. തുടർന്ന് വിചാരണ കോടതി നടപടിയെ അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവെക്കുകയായിരുന്നു. കേസിന്റെ നടപടികൾ പൂർത്തിയായതോടെ ശിക്ഷ നടപ്പാക്കാൻ റോയൽ കോടതി ഉത്തരവിട്ടു. തുടർന്നാണ് പ്രതികളുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത്. കണ്ണിനു പകരം കണ്ണ് എന്ന മട്ടിലുള്ള പ്രതികാര ശിക്ഷകൾ അല്ലെങ്കിൽ ക്വിസാസ് കുറ്റങ്ങളിൽ കൊലപാതകം ഉൾപ്പെടും. കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് വധശിക്ഷ ആവശ്യപ്പെടുകയോ ചോരപ്പണത്തിന് പകരം കുറ്റവാളിയോട് ക്ഷമിക്കുകയോ ചെയ്യാം. വളരെ ഉയർന്ന തുകകൾ ഇത്തരം ചോരപ്പണമായി അല്ലെങ്കിൽ ദിയാപണമായി ആവശ്യപ്പെടുന്നവരുണ്ട്. ഉദാഹരണത്തിന് അടുത്ത കാലത്ത് 50 കോടി രൂപയോളം ചോരപ്പണമായി ആവശ്യപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട് സൗദിയിൽ. സൗദി ബാലൻ കാറിൽ കൊല്ലപ്പെട്ട കേസിൽ 16 വർഷമായി റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശിയുടെ മോചനത്തിന് 15 ദശലക്ഷം റിയാൽ 33 കോടി രൂപ വേണമെന്ന് സൗദി കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. അന്തിമ വിധി വരുന്നതിന് മുമ്പ് പണം നൽകിയാൽ മാപ്പ് നൽകാമെന്നും അല്ലെങ്കിൽ കോടതി വിധി അനുസരിച്ച് ശിക്ഷ സ്വീകരിക്കേണ്ടി വരുമെന്നും അറിയിച്ചിരുന്നതുമാണ്. കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് മുനിസിപ്പാലിറ്റിയിലെ കോടമ്പുഴ മച്ചിലകത്ത് പീഡിയേക്കൽ വീട്ടിൽ പരേതനായ മുല്ല മുഹമ്മദ് കുട്ടിയുടെ മകൻ അബ്ദുറഹീമിനെയാണ് സൗദി പൗരന്റെ മകൻ അനസ് അൽ ഷഹ്രി കൊല്ലപ്പെട്ട കേസിൽ സൗദി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. കേസ് ഇപ്പോഴും അപ്പീൽ കോടതിയുടെ പരിഗണനയിലാണ്. റഹീം വധശിക്ഷ കാത്ത് അൽഹൈർ ജയിലിലാണ് ഇപ്പോൾ ഉള്ളത്. വിവിധ ഘട്ടങ്ങളിലായി 3 പ്രാവശ്യം കോടതി വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ആ വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. റിയാദിലെ വിവിധ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ നിയമസഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇക്കാലയളവിനുള്ളിൽ 3 സൗദി അഭിഭാഷകരെയാണ് സമിതി നിയോഗിച്ചതും. അലി മിസ്വർ, അബു ഫൈസൽ എന്നിവരെയായിരുന്നു ആദ്യം ചുമതലപ്പെടുത്തിയത്. ഇപ്പോൾ അലി ഖത്താനിയാണ് അഭിഭാഷകൻ. സൗദി ഭരണാധികാരിക്ക് ദയാഹർജിയും നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസി പ്രതിനിധിയായി ഉദ്യോഗസ്ഥനായ യൂസുഫ് കാക്കഞ്ചേരി റഹീമിന്റെ മോചനത്തിന് പല ഇടപെടലുകളും നടത്തിവരികയാണ്. നമ്മളും പ്രവാസി മലയാളിയിലൂടെ റഹീമിന്റെ മോചനത്തിന് ശ്രമിച്ചിരുന്നു. സൗദി കുട്ടിയുടെ കുടുംബം വധശിക്ഷ ഒഴിവ് നൽകാൻ സമ്മതം നൽകിയിട്ടില്ല എന്നാണ് അറിയുന്നത്. റഹീമിന്റെ മോചനം എത്രയും വേഗം തന്നെ ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.